ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ തോമസ് തറയിൽ, കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക സാന്റോ മിഷൻ എന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനാണ്. സാന്റോ കാത്തലിക് പ്രയർ വികസിപ്പിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത് മാറുന്ന ലോകത്തിൽ മാറാത്ത വിശ്വാസം ഇന്നത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ലോകത്തിന് പങ്കുവയ്ക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൽ കത്തോലിക്ക വിശ്വാസപ്രകാരമുള്ള വിവിധ പ്രാർത്ഥനകളും വിശ്വാസ സത്യങ്ങളും 10 ഭാഷകളിൽ നിലവിൽ ഇത് ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് മറ്റ് ഭാഷകളിലേക്ക് കൂടെ ഇത് വ്യാപിപ്പിക്കുവാനും ലോകം മുഴുവനിലും ഈ സന്ദേശം എത്തിക്കുവാനുമാണ് ഇതിൻ്റെ പ്രവർത്തകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്റോ മിഷനിൽ 2 ആപ്പുകളാണ് വികസിപ്പിച്ചെടുക്കുന്നത്. സാന്റോ കാത്തലിക് പ്രയർ ആപ്പുകളാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് സാന്റോ കിഡ്സ് എന്ന ഒരു ആപ്പ് കൂടി വികസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും വിശ്വാസവും വിശ്വാസ സത്യങ്ങളും കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടെ അവതരിപ്പിക്കുവാനും കുട്ടികൾക്ക് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള മൊഡ്യൂൾസുകളുടെ വിശ്വാസ സത്യങ്ങൾ പകർന്നു കൊടുക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. 2025 കുട്ടികൾക്ക് വേണ്ടിയുള്ള സാന്റോ കിഡ്സ് എന്ന ആപ്പും കൂടി പ്രവർത്തനക്ഷമമാക്കുവാനായിട്ടാണ് സാന്റോ മിഷന്റെ പ്രവർത്തകർ പരിശ്രമിക്കുന്നത്. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം യുവജനങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അത് ഒരു തൊഴിലവസരമാക്കി കൂടി മാറ്റുവാനും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. സാന്റോ ആപ്പ് വികസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ജോൺ ജോഫിൻ, സിമി ജോഫിൻ ദമ്പതികളാണ് പ്രഥമമായും പ്രവർത്തിക്കുന്നത്. ജോൺ ജോഫിൻ്റെ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ ആധ്യാത്മിക അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതിഫലനമെന്നോണമാണ് ഈ ദൗത്യത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റനവധി യുവജനങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ലാഭേച്ഛ കൂടാതെ സുവിശേഷ ശുശ്രൂഷ എന്നുള്ള നിലയിലാണ് ഈ ദമ്പതികളും അവരോടൊത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിന് കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെയും പ്രത്യേകിച്ചും കേരളത്തിലെ അഭിമന്യ ലത്തീൻ കത്തോലിക്ക പിതാക്കന്മാരുടെയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു, പ്രാർത്ഥനകൾ അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രാർത്ഥനയും ഈ ഒരു സംരംഭത്തിൻ്റെ വിജയത്തിനായിട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.